അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനെ പരിഹസിച്ചുകൊണ്ട് ഹുസൈൻ സലഫി ശംസുൽ ഉലമയെ പരിഹസിച്ചത് ന്യായമാണെന്നും പരിഹാസത്തിന് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അർഹനാണെന്നും ഷിയാ നൗഷാദും ഹുസൈൻ സലഫി വിസ്റ്റം ജിന്നൂരിയാണ് KNM-കാര് ബഹുദൈവ വിശ്വാസികളാണെന്ന് മുദ്ര ചാർത്തി KNM-ൽ നിന്ന് പടിയടച്ച് പിണ്ഡം വെച്ചവരാണ്. അവർ ജിന്നു പൂജകരല്ല എന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് KNM ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ സുന്നികളായ നാം മുശ്രിക്കുകളായതുപോലെ KNM-കാർക്ക് ഇപ്പോൾ വിസ്റ്റം ജിന്നൂരികളും മുശ്രിക്കുകളാണ്. അതിനുള്ള കാരണം ഞാൻ ആദ്യമൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. സുന്നികളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാന്ന്. ഹദീസ് വഈഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്മ് ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് വാറോലയല്ല. വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹദീസ് അല്ല ഇത്. മറിച്ച് ഹദീസ് വഈഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. ഹദീസിനെ സ്വഹീഹായി കണ്ട ആളുകളുണ്ട്, അന്നും കണ്ടവരുണ്ട്. ഇന്നും ഈ ഹദീസിനെ സ്വഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള നേതാക്കന്മാർക്കും അവിടെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. ഹദീസ് വാറോലയല്ല. നമുക്ക് വേണമെങ്കിൽ ഹദീസ് ലഈഫാണെന്ന് പറയാം. വാറോല എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. KP നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ച വലിയൊരു പണ്ഡിതനാണ് KP. വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി ഈ ഹദീസിന്റെ ദുർബലത വിവരിക്കുമ്പോ അവിടെ കൃത്യമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. ഇത് വാറോലയാണ്, വാറോലയായ ഹദീസാണ്. ഇതിനെ വാറോല എന്ന് പറഞ്ഞുകൂടാന്നാ പറയുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് സുന്നികൾ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുമ്പോൾ അത് വാറോലയായ ഹദീസാണ്. ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് ഒരാളും പ്രവർത്തിച്ചിട്ടില്ല, അങ്ങനെ പ്രവർത്തിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആരെങ്കിലും ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുശ്രിക്കുകൾ തന്നെയാണ് എന്ന് പറഞ്ഞ വഹാബികളാണ് രണ്ടായി പിരിഞ്ഞപ്പോൾ ജിന്നൂരികൾ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉടലെടുത്തപ്പോൾ ആ ഹദീസ് വാറോലയല്ല, ആ ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കിയവരുണ്ട്. ആ ഹദീസ് അനുസരിച്ച് അനവധി സലഫി പണ്ഡിതന്മാർ ജിന്നുകളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ വിമർശിക്കുകയാണ് പണ്ടത്തെ മുജാഹിദ് ആശയം വെച്ച് പുലർത്തുന്ന അനസ് മൗലവി. ഇത് തന്നെയാണ് നൗഷാദ് കുരുവട്ടൂരിക്കും വന്നുപെട്ടിട്ടുള്ളത്. ഒരുപാട് പേച്ച ആശയങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ സമസ്തയിൽ നിന്ന് അവനെ പടിയടച്ച് പിണ്ഡം വെച്ചു. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ശൈഖുനാ കാന്തപുരം ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും തെറി പറയാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അവന് ലഭിക്കണം. അതിനുവേണ്ടി അവൻ EK വിഭാഗം സമസ്തയിലേക്ക് ചേക്കേറാൻ ഒരു ശ്രമം നടത്തി. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിയായ തൗബ പ്രകാരം ചെയ്യുന്ന ആളുകളെ തട്ടിമാറ്റി വെക്കാതിരിക്കുക എന്നത് സന്തോഷത്തിന്റെ സ്വഭാവമല്ല. ശരീര തെറ്റുപറ്റും നിന്നേക്കും. അത് ശരിക്കും ഏകദേശമാണെങ്കിൽ മറുപത്താണ് എന്ന് ഉറപ്പിച്ച് കൊന്നപ്പോൾ നിങ്ങൾ ശരിയാക്കാൻ ഞങ്ങളെ ശരീരത്തിൽ നടന്നത് കണ്ണിയത്തും ഭാഗത്താണ് സത്യം സതീവഞ്ചന ഒന്നും വരത്തില്ല. ആ വഴിക്കുന്ന പറഞ്ഞാൽ അതിന് മുമ്പത്തെ സ്ഥാനമാർ വഴിക്കാണ് ഒരു പോലെ അത്തരം വീഴ്ചമാർക്ക് ശത്രുല ബഹുമാനത്തിന് മുൻകാരമായ തങ്ങളും അത് പ്രകാരം പള്ളിയത്ത് ഉത്സവത്തിൽ വ്യാഴന്നത് ഇപ്പോഴും ഇവിടെ പ്രത്യക്ഷപ്പെട്ടുണ്ട്.
അള്ളാഹുത്തലാ ഈ ഭാഗത്തെ മാനം പങ്കെടുക്കട്ടെ ഇന്ന് മഹാനവരുകൾ കാരണം അക്ഷരം വളർത്തി നിന്ന് കഴിയുന്നുണ്ട്. അങ്ങനത്തെ ഔലിയാക്കന്മാരെ ഏറ്റവും ബന്ധപ്പെട്ട് ഉണർന്നില്ല. സമസ്തയിൽ അവിടത്തറ കുയുക്തി നമ്മളെ ഈ ആളുകൾ നിലക്ക് നിങ്ങളെ കുറച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുള്ള നല്ല പ്രശ്നങ്ങൾ സ്വീകരിക്കണം. കണ്ടല്ലോ സഹോദരങ്ങളെ, രാമൻ തളിയും നൗഷാദും കൂടിയാണ് സമസ്തയിലേക്ക് കയറി പറ്റാൻ വേണ്ടി പോയിട്ടുള്ളത്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ നൗഷാദിനെ പിടിച്ച് സമസ്ത മുഷാവറ അംഗമാക്കുമെന്നാണ്, അതിലൂടെ അവന് ഒരുപാട് പണം സമ്പാദിക്കാമെന്നാണ്, AP വിഭാഗം സമസ്തയിലുള്ള പണ്ഡിതന്മാരെ താരടിച്ച് അത് പ്രചരിപ്പിച്ച് കാശുണ്ടാക്കാമെന്നാണ്. പക്ഷേ നൗഷാദ് വിചാരിച്ചതുപോലെ ഒന്നും നടക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട നൗഷാദ് പതുക്കെ അവിടെ നിന്ന് പടിയിറങ്ങി. ഇനി ഇവൻ ചതിയനാണെന്ന് മനസ്സിലാക്കി അവർ തന്നെ ഇവനെ ആട്ടിവിട്ടതാണോ എന്നും അറിയില്ല. തോന്നുന്നത് അങ്ങനെ തന്നെയാണെന്നാണ്. കാരണം അവൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പല ആരോപണങ്ങളും അവരെ കുറിച്ചും ഉന്നയിച്ചിട്ടുണ്ട്. ചേളാരി ബാഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗുണ്ടായിസാണല്ലോ അവരുടെ മുന്നിൽ. നമുക്ക് പറയേണ്ടതില്ലല്ലോ. മുസാഫ് കത്തിച്ചതും അതേപോലെ മദ്രസ കത്തിച്ചതും എല്ലാം നമുക്കറിയാവുന്നതാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, അവൻ ഉദ്ദേശിച്ചതുപോലെയുള്ള സ്വീകരണം അവർ നൽകിയില്ല. അവനെ ഒരു സംശയ ദൃഷ്ടിയോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. ആ ദേഷ്യം അവൻ പല വിധത്തിലും തീർത്തിട്ടുണ്ട്. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വഹാബിയാണെന്നും സലാം സുല്ലമിയുടെ ആശയമുള്ള ആളാണെന്നും പറഞ്ഞു പരത്തുകയുണ്ടായി. 1996 അബ്ദുസ്സലാം സുല്ലമിയെ ഗണ്ണിച്ചപ്പോ ഏത് വാദത്തെയാണോ ഗണ്ണിച്ചത് ആ വാദമാണ് ജിഫ്രി തങ്ങളുപ്പാപ്പയുടെ ഈ പ്രസംഗത്തിൽ നിന്ന് കേട്ടത്. സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് SKSSFന്റെ പ്രമുഖനായ നേതാവ് അബൂ താഹിർ ഫൈസിക്കെതിരെ ഇവൻ ആഞ്ഞടിച്ചത് നാം കണ്ടിട്ടുള്ളതാണ്. അതിനാരും ചൊറിയണ്ട. ഇവരോട് കൂടെ കൂടിയ ചിലർക്കും വലിയ അസുഖമുണ്ട്. ഒരു ഷജറ നേതാവ് ഉണ്ടല്ലോ, പിന്നെ വയനാടുള്ള ഒരുത്തൻ, ഒക്കെ അടങ്ങി നിന്ന് അല്ലെങ്കിൽ ശരിക്ക് കൊടുക്കും ഓരോന്നിനും ആദർശപരമായി. എല്ലാത്തിനും പോസ്റ്റ് ഇടുന്ന ചില ആളുകളുണ്ട്. ആ മാനന്തവാടിക്കാരനും അയാൾക്കെന്താ ഇപ്പൊ നമ്മൾ പോകുന്നതിന് തടസ്സം? നിങ്ങളെ വിഷയങ്ങൾ ചർച്ച ചെയ്താ പോരെ? ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയവരൊക്കെ കാണും. അതിന് അയാൾക്കെന്താ വിഷയം? നിങ്ങളെല്ലാരും കൂടിയാലും ഇതൊന്നും ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്നത് എത്ര വ്യക്തമാണ്. അതുകൊണ്ട് ഈ നിലപാട് കൃത്യമായി ഞങ്ങളെ പോക്ക് വരവ് ഞങ്ങളെ സൗകര്യം പോലെ ചെയ്യും. നിങ്ങൾക്കത് നിർത്താനോ ഒന്നിനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയുന്ന പണി ചിലതുണ്ട്. അതെന്താ? ഗുണ്ടായിസം. അതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് കഴിയുന്ന പണി. ആകെ കഴിയുന്ന പണി ഏതാ? ചാനൽ പൂട്ടുക, ഗുണ്ടായിസം കാണിക്കുക, അതേപോലെ തന്നെ എവിടെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആ മുടക്കാൻ നോക്കുക, അവിടെ തല്ലുണ്ടാക്കാൻ നോക്കുക. നമ്മളെ നെടിയിരിപ്പിലൊക്കെ തല്ലാൻ വന്നാൾ ഇപ്പൊ നമ്മളാളായി. പക്ഷെ അത് നമുക്ക് അത് നേരല്ലാഞ്ഞിട്ട് അടുത്ത് നമുക്ക് കൊടുക്കാം. അപ്പൊ എന്തായി? നിങ്ങളുടെ ആ യാതി ഒരു സംഭവം നടക്കൂല. ആളുകൾ ബുദ്ധിയുള്ളവരെ, പഴയ പോലത്തൊന്നുമല്ല. SKSSF പരിപാടി മുടക്കാൻ നടക്കുന്നവരാണ്, ഫിത്നയുണ്ടാക്കാൻ നടക്കുന്നവരാണ്, ഗുണ്ടകളാണ്, അവർ ഗുണ്ടായിസം കാണിക്കുന്നവരാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് നാം എല്ലാവരും കേട്ടവരാണ്. മാത്രവുമല്ല, സുന്നി പ്രസ്ഥാനങ്ങളിൽ നിന്ന് പതിയെ വ്യതിചലിച്ചുകൊണ്ട് വിസ്ഡം ജിന്നൂരി ആശയത്തോട് ബന്ധം പുലർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷിയ നൗഷാദി എന്ന് നാം മനസ്സിലാക്കണം. ഇത് വെറുതെ പറഞ്ഞതല്ല. വിസ്ഡം ജിന്നൂരി നേതാവായിരുന്ന ഒരു മൗലവി തന്നെ ആ കാര്യം വിശദീകരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഹുസൈൻ സലഫി പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാസർഗോഡ് കോട്ടിക്കുളം കാതിരി എന്ന് പറഞ്ഞിട്ടൊരു ഔലിയപ്പാപ്പുണ്ട്. അത് AP-ക്കാരുടെ ഔലിയപ്പാപ്പയാണ്. അയാൾ AP കാന്തപുരം ഗ്രൂപ്പൊക്കെ നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി സ്വർഗത്തിലാണ്. അതേ അവസരത്തിൽ നമ്മുടെ EK അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തുള്ള ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി ആരാന്നറിയോ? ഓഹോ ഇതെന്തൊരു മാതിരി. ഇത് ഈക്കന്റെ പാട്ടാ. ഷംസുൽ ഉലമ എന്ന് പറയുന്ന EK കോട്ടിക്കുളം കാതിരിനെ കുറിച്ച് വർണ്ണിച്ച എന്താ? ഖദ്ജാ ഫീന ഖാദിരി.
നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു ഖാദിരി വന്നിട്ടുണ്ടല്ലോ, മിസിലൽ ഹിമാരിൽ ഹാദിരി, താനിച്ച ഗദ്ദേണേന്ന് കഴുതയാണ് മൂപ്പരേന്ന്, താനിച്ച കഴുതയെ പോലെയാണ് മൂപ്പരേന്ന്. ഔക്കാ മുതലി പാതിരി, വഴിപഴിപ്പിക്കാൻ വന്നൊരു പാതിരി അച്ഛനാണ് മൂപ്പരേന്ന്. ഓഹോ ഇതെന്തൊരു മാതിരി, എന്താ ഇയാളൊരു കോലം, എന്താ ഇയാളൊരു ചേരി എന്നാണ് ശംസുൽ ഉലമ പറയുന്നത്. അപ്പോൾ മൂപ്പരുടെ ലിസ്റ്റിൽ ഇയാൾ നരകത്തിൽ, മറ്റേ ആൾ നോക്കുമ്പോൾ സ്വർഗത്തിൽ. കേട്ടല്ലോ സഹോദരങ്ങളെ, കോട്ടിക്കുളത്തുള്ള ഒരു വലിയനെ സംബന്ധിച്ച് അയാൾ ഒരു കഴുതയാണ് എന്നൊക്കെയാണത്രേ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എ.പി. ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് അയാൾ വലിയ തന്നെയാണ്, സ്വർഗത്തിലാണ് എന്നാണത്രേ. രണ്ടുപേർക്കും ഒരാളെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളതെന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. ഒരു വലിയനെ കഴുതയാക്കിയ ആളാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞു വെക്കുന്നത്. അതിനെ നൗഷാദ് ന്യായീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇ.കെ. ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിന്റെ ശേഷം, അതിന്റെ മുമ്പുള്ള പിന്നെ എടുത്തിട്ട് കാര്യമില്ല, അത് ചിലപ്പോൾ പല ജീവിതത്തിലും ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഇബ്നു അബ്ദുസ്സലാമിനെ കുറിച്ച്, സുൽത്താനുൽ ഉലമാനെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്ത് ഇബ്നു അറബി തങ്ങൾ എതിർത്ത കാലുണ്ട്. ആ കാലത്തിന് ശേഷം പിന്നെ മൂപ്പര് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ഷാദുൽ ഇമാമിന്റെ ആളായി ജീവിച്ച് മുന്നോട്ട് പോയതിന് ശേഷം എന്ന് പറഞ്ഞ പോലെ ഇ.കെ. ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന്റെ ശേഷം എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കേട്ടല്ലോ സഹോദരങ്ങളെ, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന് ഔലിയാക്കളെ ബഹുമാനിക്കാത്ത, ഔലിയാക്കളെ ആദരിക്കാത്ത, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു അത്രേ. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഔലിയാക്കളെ നിന്ദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഒരുപാട് ഔലിയാക്കളുടെ വെറുപ്പ് സമ്പാദിച്ചയാളാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. അതിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. 100% സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നൗഷാദ് വട്ടൂരി ചെയ്യുന്നത്. ഇതിന് കാരണം വിഷ്ടം ജിന്നൂരി വാദവും കുരുവട്ടൂരി വാദവും ഒന്ന് തന്നെയാണ്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ആ വിഷയത്തിലുള്ള വീഡിയോ താമസിയാതെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. കാത്തിരിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.